وبينات من الهدى والفرقان. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച പടച്ച റബ്ബിൻ്റെ മഹത്തായ തൗഫീഖിനാൽ ഈ പള്ളിയിൽ വളരെ നേരത്തെ ഇടം പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്തു. ചെറുതും വലുതുമായ ഒട്ടനവധി ഇബാദത്തുകൾ നമ്മൾ ഈ റമദാനിൻ്റെ പകലും രാത്രിയും നിർവഹിച്ചിട്ടുണ്ട്. നമ്മിൽ നിന്ന് അള്ളാഹു കർമ്മങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. പുണ്യങ്ങൾ നിറഞ്ഞ പരിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ ഏതാണ്ട് നമ്മളോട് വിട പറയാൻ സമയമായിരിക്കുന്നു. ഈ സമയത്ത് വിശ്വാസികളെന്ന നിലക്ക് ഒരാത്മപരിശോധന അനിവാര്യമാണ്. എത്ര കണ്ട് പരിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ട് കഴിഞ്ഞ റജബിലും ഷഅബാനിലുമില്ലാത്ത എത്ര ഇബാദത്തുകൾ, എത്ര ദിക്റുകൾ, എത്ര സമയം പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് പരിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങളെ ഏറ്റവും സജീവമാക്കാൻ വിശ്വാസികളെന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്നത് ഒരാത്മപരിശോധന നടത്തേണ്ടുന്ന സുദിനം കൂടിയാണ് ഈ വെള്ളിയാഴ്ച. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വന്ന അതിഥിയാണ്. ഈ അതിഥി കടന്നു വരുമ്പോൾ പരിശുദ്ധ റമദാനും നമ്മളും തമ്മിലുള്ള ബന്ധമെന്ത് എന്നതിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ ആലോചിക്കണം. അവിടെയാണ് ഖുർആൻ, പരിശുദ്ധ ഖുർആൻ കൃത്യമായി പരിശുദ്ധ റമദാനുമായുള്ള അതിഥിയും നമ്മളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു, ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ്. ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധ റമളാനിലാണ്. എന്തിനാണ് സഹോദരങ്ങളെ അള്ളാഹു പരിശുദ്ധ റമളാനിൽ ഈ ഖുർആനിനെ അവതരിപ്പിച്ചത്? ഈ ഖുർആനിനെ അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഖുർആൻ കൃത്യമായി പറഞ്ഞു, ഹുദൽ ലിന്നാസ്, മനുഷ്യർക്കുള്ള ഹുദയാണ്, മനുഷ്യർക്കുള്ള സന്മാർഗമാണ്. സന്മാർഗം നൽകിക്കൊണ്ടുള്ള അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വേദഗ്രന്ഥം അവതരിപ്പിച്ച മാസമാണ് പരിശുദ്ധ റമളാൻ എന്നത് അള്ളാഹുവിൻ്റെ ഖുർആനാണ് പറഞ്ഞത്. ഈ ഹുദ ആർക്കാണ് സഹോദരങ്ങളെ ലഭിക്കുക? പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായത്തിലെ ആദ്യ വചനങ്ങളിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ കൃത്യമായി ഹുദ ലഭിക്കുന്നവരാർക്കാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായി ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി, ഈ വേദഗ്രന്ഥം അതിലൊരു സന്ദേഹവുമില്ല, ഒരു സംശയവുമില്ലാത്ത പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അടുക്കൽ നിന്ന് അവതീർണമായ പരിശുദ്ധ ഖുർആൻ ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. മുത്തഖികളായ ആളുകൾ ആരാണോ അവർക്കാണ് ഈ ഹുദയുള്ളത് എന്നത് ഖുർആൻ കൃത്യമായി അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ പരാമർശിച്ചു. സഹോദരങ്ങളെ, നോമ്പിൻ്റെ ലക്ഷ്യമായി അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ. നോമ്പിലൂടെ നേടിയെടുക്കേണ്ടുന്ന ഏറ്റവും പുണ്യമാക്കപ്പെട്ടത് തഖ്വ തന്നെയാണ്. ആ തഖ്വ നേടിയെടുത്തവൻ ആരാണോ അവന് അള്ളാഹുവിൽ നിന്നുള്ള ഹുദയുണ്ട് എന്നത് കൃത്യമായി അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഹുദ അള്ളാഹുവിനോട് സഹോദരങ്ങളെ ചോദിച്ചു വാങ്ങേണ്ടുന്നതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രാർത്ഥന പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. അല്ലാഹുവേ, നിന്നോട് ഞാൻ ഹുദയെ ചോദിക്കുകയാണ്, തഖ്വ ചോദിക്കുകയാണ്. ആ ഹുദയും തഖ്വയും അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കാൻ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ഖുർആൻ അവതരിച്ച മാസമെന്ന നിലക്ക് ഖുർആനുമായി വിശ്വാസികൾക്കുള്ള ബന്ധം എത്രയുണ്ട്
എന്നതിനെക്കുറിച്ച് കൃത്യമായി സഹോദരങ്ങളെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനാണ് അള്ളാഹു ഖുർആനിനെ ഈ പ്രപഞ്ചത്തിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഖുർആൻ തന്നെയാണ് മറുപടി പറയേണ്ടത്. ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ, മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഉത്കൃഷ്ട വേദഗ്രന്ഥത്തെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഖുർആന് സംസാരിക്കാനുള്ളത്. ഇരുട്ടിൻ്റെ തടവറയിൽ കഴിയുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വെളിച്ചം പകരാൻ, ധാർമ്മികത പകർന്നു നൽകാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു എന്നത് അള്ളാഹു തന്നെ അവൻ്റെ ഖുർആനിൽ പരാമർശിച്ചത് കാണാം. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. എന്തിനാണ് അള്ളാഹു ഖുർആനെ അവതരിപ്പിച്ചത്? മനുഷ്യർക്ക് ഏറ്റവും നല്ല മാർഗദർശനമായി, ഏറ്റവും നല്ല മാർഗവും ധാർമ്മികതയും അള്ളാഹുവിൻ്റെ ഖുർആൻ ഇതാ. ഇന്ന ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നൽകുന്നത് യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്ക് വഴി നടത്തുന്ന ഒരു വേദഗ്രന്ഥം നിങ്ങളുടെ കൈകളിലേക്ക് പ്രപഞ്ചത്തിൻ്റെ നാഥൻ അവതരിപ്പിച്ച് തന്നിട്ട് എത്ര കണ്ട് ആ ഖുർആനുമായി വിശ്വാസികൾക്ക് ബന്ധമുണ്ട് എന്നതിനെക്കുറിച്ച് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ഖുർആനിനെ അവഗണിച്ചപ്പോൾ ഞാനും നിങ്ങളും കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വായിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല സഹോദരങ്ങളെ. വല്ലാത്ത വേദനിപ്പിക്കുന്ന, ഒരുപക്ഷേ തലയിൽ കൈവച്ച് ഇങ്ങനെയും മനുഷ്യന്മാർ ചെയ്തു കൂട്ടുമോ എന്നൊക്കെ ഒരു വേള ചോദിക്കുന്നത്, അള്ളാഹുവിൻ്റെ ഖുർആനെ അവഗണിച്ച് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നവൻ ആരാണോ അവനൊക്കെ ഏറ്റവും വലിയ ദുർമാർഗത്തിലേക്ക്, ഏറ്റവും വലിയ അധർമ്മത്തിലേക്ക്, ഏറ്റവും വലിയ തിന്മയിലേക്ക് കൂപ്പുകുത്തും എന്നതിനെക്കുറിച്ച് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ഒരു ആഴ്ചക്കാലമായി നമ്മൾ കേട്ടത് മാതാപിതാക്കൾ അറകൊല ചെയ്യാൻ വേണ്ടി ഒരുങ്ങിത്തിരിച്ച 23കാരൻ്റെ ഒരു വലിയ സംഭവം നമ്മളൊക്കെ വായിച്ചതാണ്. ഒരു മുസ്ലിം പയ്യനാണ്, 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ഒരു യുവാവ് തുടക്കമിടുന്നത് സ്വന്തം ചോരയിൽ പിറന്ന് അങ്ങ് വേദനിച്ച് നൊന്തുപെറ്റ ഉമ്മാൻ്റെ തലയിലേക്ക് ചുറ്റിക അടിച്ചിട്ട് ഉമ്മയെ വകവരുത്താൻ ശ്രമിക്കുന്ന ഒരു മകൻ്റെ വാർത്ത അവിടെ അവസാനിച്ചിട്ടില്ല. ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു കൂട്ടിയത് മനുഷ്യന്മാരല്ലാതെ ഒറ്റ ജീവജാലങ്ങളും, അള്ളാഹു സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിലെ ഒരൊറ്റ ജീവജാലങ്ങളും ചെയ്യാത്ത കൊടും ക്രൂരതയാണ്. 6 പേരെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി നിസ്സാരമായി ഉളിപ്പില്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്ന ചെറുപ്പക്കാരൻ്റെ കഥ ഇനിയും ആവർത്തിക്കും. എന്തുകൊണ്ട്? ഖുർആനിൽ നിന്ന് അകന്നുപോയാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും. കഴിഞ്ഞിട്ടില്ല. 15 വയസ്സുള്ള ഒരു ചെറിയ പയ്യനെയാണ് തൻ്റെ സഹകൂട്ടുകാർ, ഒരുമിച്ചു നിൽക്കുന്ന കൂട്ടുകാരാണ് 15 വയസ്സുകാരനെ സ്നേഹം നടിച്ചിട്ട് അവസാനം അവനെയും കൊന്നു കൊലപ്പെടുത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എത്രയെത്ര കൊലപാതക വാർത്തകളാണ്. കഴിഞ്ഞില്ല 2 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളും വായിച്ചവസാനിപ്പിച്ച ഒരു വാർത്തയുണ്ട് സഹോദരങ്ങളെ. കോഴിക്കോട് സ്വന്തം ഭാര്യ ഭർത്താവിൻ്റെ മോശം സ്വഭാവം ആ രാത്രി ചോദ്യം ചെയ്തതാണ്. അത്രമാത്രമേ ആ ഭാര്യ ചെയ്ത തെറ്റുള്ളൂ. എന്നാൽ കൂടെ കിടക്കുന്ന തൻ്റെ ഭാര്യയെയും തൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങളെയും സഹോദരങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് കശാപ്പ് ചെയ്ത് കഷ്ടമായി പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് കനാലിലേക്ക് വലിച്ചെറിയപ്പെട്ടത് ഞാനും നിങ്ങളും വാർത്ത വായിച്ചതാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ദിനേന ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുണ്ട് പരിഹാരം? സുമ്മ ഖസത് ഖുലൂബുഹും ഫഹിയ കൽ ഹിജാറ. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് ബനൂ ഇസ്രായേലിൽപ്പെട്ട മനുഷ്യന്മാരുടെ മനസ്സിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് സുമ്മ ഖസത് ഖുലൂബുഹും ഫഹിയ കൽ ഹിജാറ. പാറയേക്കാൾ കടുത്തുപോയ ഒരു മനുഷ്യ മനസ്സിനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. ഹൃദയം കടുത്തുപോയി. ഔ അശദ്ദു ഖസ്വ. ഖുർആൻ അവസാനിപ്പിക്കുന്നത് ഔ അശദ്ദു ഖസ്വ. പാറയല്ല, അതിനേക്കാൾ കടുത്തുപോയ മനസ്സുമായിട്ടാണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തുണ്ട് പരിഹാരം? എല്ലാവരും അന്വേഷിക്കുന്നത് പ്രശ്നത്തിൻ്റെ പരിഹാരം എവിടെ എന്നുള്ളതാണ് ഇന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരിഹാരം അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നതാണ്. ജാഹിലിയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജനപദത്തെ ഏറ്റവും നല്ല ഉത്കൃഷ്ട സ്വഭാവത്തിലേക്ക് അള്ളാഹുവിൻ്റെ ഖുർആൻ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് സഹോദരങ്ങളെ ഇന്നിൻ്റെ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം എന്നത് നാം വായിച്ചെടുക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ അത്തരത്തിലെ ഓർമ്മപ്പെടുത്തലാണ് നൽകുന്നത്. ബി അയ്യി ദംബിൻ ഖുതിലത്. എന്തിൻ്റെ പേരിലാണ് നിങ്ങളെ കൊന്നുകളഞ്ഞത് എന്ന ഖുർആനിൻ്റെ ആയത്ത് കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്
വേദനിച്ചു വരുന്ന സ്വഹാബത്തിൻ്റെ ചരിത്രം സഹോദരങ്ങളെ നമുക്ക് മറക്കാൻ പാടില്ല. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. ഖുർആനിൻ്റെ ആയത്ത് കേട്ടപ്പോൾ, എന്തിൻ്റെ പേരിലാണ് ജീവനോടെ നിങ്ങളുടെ മക്കളെ കൊന്നു കുഴിച്ചു മൂടിയത് എന്ന ചോദ്യം അള്ളാഹുവിൻ്റെ ഖുർആൻ ചോദിച്ചപ്പോൾ പേടിച്ചരണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്ന സ്വഹാബി പറഞ്ഞുപോയി, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ എൻ്റെ ചെറിയ കുട്ടിയെ, ഞാൻ എൻ്റെ പൊന്നുമോളെ കൊണ്ടുപോയി കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുത്തു, എന്നിട്ട് വലിയ കുഴി കുഴിച്ചു, ആ കുഴിയിലേക്ക് ഇറക്കി വെച്ചു. കുഴിയിലേക്ക് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടുമ്പോൾ എൻ്റെ മകൾ എൻ്റെ താടി രോമത്തിലേക്ക് വലിച്ചു പിടിച്ചു. എന്നിട്ടും എൻ്റെ കണ്ണുകൾ നനഞ്ഞില്ല റസൂലേ, എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പാപമോചനമുണ്ടോ എന്ന് ചോദിച്ച് ഓടി വരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ ചരിത്രം നമ്മൾ പല ആവർത്തി കേട്ടിട്ടുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസർ വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. കള്ളും ചൂതാട്ടവും എല്ലാം പ്രതിഷ്ഠ വെക്കലും എല്ലാം ഹറാമാണ്, പിശാചാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, മുച്ചൂട് കുടിച്ച് ലക്കുകെട്ടുകിടന്ന 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിവർത്തിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതിക്കൊടുത്തിട്ടാണ്. അവർ വീപ്പ കണക്കെ ബാരൻ കണക്കെ മദ്യം ഉപയോഗിച്ച് മരിച്ചാൽ എൻ്റെ കുടിമാടത്തിലേക്ക് മുന്തിരി വള്ളികൾ ഇട്ടുകൊണ്ട് മറമാടണം എന്ന് പറയുന്നിടത്തേക്ക് മാറിയ ജാഹിലിയത്തിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിൻ്റെ ആയത്തോതി ഫഹൽ അന്തും മുൻതഹൂൻ, നിങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറില്ലേ? മദ്യത്തിൽ നിന്ന് വിരമിക്കാൻ, ഈ ചൂതാട്ടത്തിൽ നിന്ന് വിരമിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ എന്ന് ഖുർആനിൻ്റെ ആയത്തോടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുമ്പോൾ ആ ബാരൻ കണക്കെ വെച്ചിരുന്ന മദ്യങ്ങൾ ഒഴുക്കിക്കളഞ്ഞ ചരിത്രം ഇസ്ലാമിന് പറയാനുണ്ട്. അവർ എത്രത്തോളം മാറിയിട്ടുണ്ട് സഹോദരങ്ങളെ. അവരുടെ മാറ്റം പിന്നീട് ഖുർആൻ പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഫത്വ ചോദിച്ചു വരുന്നുണ്ട്. അവർ ചോദിച്ചു വന്നത്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് ഒഴുക്കിക്കളഞ്ഞ മദ്യങ്ങളുണ്ട്, വീപ്പ കണക്കെ ഒഴുക്കിക്കളഞ്ഞ മദ്യം, അതിൻ്റെ നനവ് കൊണ്ട് കിളിർത്തു വന്ന ആ പുൽച്ചെടികൾ ഞങ്ങളുടെ ഒട്ടകങ്ങൾ തിന്നിട്ടുണ്ട് റസൂലേ. എന്നിട്ട് ആ ഒട്ടകത്തെ കറന്ന് അതിൻ്റെ പാല് ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ഹലാലാകുമോ റസൂലേ, അതല്ല ഹറാമാകുമോ? എത്രത്തോളം സഹോദരങ്ങളെ ഒരു സമൂഹത്തെ പരിവർത്തിപ്പിച്ചിട്ടുണ്ട് ഈ ഖുർആനാണ് എൻ്റെയും നിങ്ങളുടെയും കൈകളിലുള്ളത്. എത്ര കൊല്ലമായി? 40, 50, 60, 70, 80 കൊല്ലമായി ഖുർആൻ വഹിച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിങ്ങളാണ്. ഖുർആനിലെ ഏതെങ്കിലും ഒരായത്ത് ജീവിതത്തിൽ പരിവർത്തനം സൃഷ്ടിക്കാൻ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? എത്ര തവണ ഖുർആനിൻ്റെ ആയത്തുകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാനും നിങ്ങളും പാരായണം ചെയ്തിട്ടുണ്ട്. ഒരായത്ത്, അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ഒരായത്ത് പലിശ ഹറാമാക്കി എന്ന ഖുർആനിൻ്റെ ആയത്ത് കേട്ടപ്പോൾ ഞാനിതാ ഇവിടെ വെച്ച് എൻ്റെ ഖുർആൻ, എൻ്റെ റബ്ബെന്നോട് പലിശ ഭുജിക്കുന്നത് അത് നരകത്തിലേക്ക് എത്താൻ കാരണമാകും എന്ന് എന്നോട് എൻ്റെ ഖുർആൻ സംസാരിച്ചപ്പോൾ ഞാൻ അവസാനിപ്പിച്ചു എന്ന് പറയാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? എത്രയോ തിന്മകളുണ്ട്, എന്നിട്ടും ഖുർആൻ ഓതിയിട്ട് ആ തിന്മകൾ അവസാനിപ്പിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ച് നോക്കണം. അവിടെയാണ് എങ്ങനെയാണ് ഞാൻ ഖുർആൻ പഠിക്കുക. പലപ്പോഴും ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ആളുകളാകും. എങ്ങനെ ഞാൻ ഖുർആൻ പഠിക്കും? അള്ളാഹുവിൻ്റെ ഖുർആൻ അറബിയിലാണല്ലോ, ആ ഖുർആൻ എങ്ങനെ വായിച്ചെടുക്കും? അതിന് മറുപടി പറയേണ്ടത് അള്ളാഹു തന്നെയാണ്. ഖുർആൻ അവതരിപ്പിച്ച പടച്ച റബ്ബ് തന്നെ അതിനുള്ള പരിഹാരം പഠിപ്പിച്ചു. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഖുർആനിനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട്. ഹൽ മിൻ മുദ്ദക്കിർ, ആരുണ്ട് ചിന്തിക്കാൻ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഖുർആൻ്റെ വല്ലാത്ത ചോദ്യമാണ്. ഖുർആൻ വെറുതെ ഓതിപ്പോകേണ്ടുന്ന വേദഗ്രന്ഥമല്ല, ഓതുന്നതിന് പുണ്യമുണ്ട്. എന്നാൽ ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യത്തെ ഖുർആൻ പറഞ്ഞത് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. ഖുർആനെ കുറിച്ച് നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ടിച്ചു വെച്ചിരിക്കുകയാണോ എന്ന് അള്ളാഹുവാണ് എന്നോട് നിങ്ങളോടും ചോദിച്ചിട്ടുള്ളത്. ഈ ഖുർആൻ കയ്യിലുണ്ടായിട്ട് ഖുർആനൊന്ന് തുറന്ന് ഖുർആനിൻ്റെ ഒരായത്ത് അല്ല രണ്ടായത്ത്, ഒരു പേജ് ഖുർആൻ മുഴുവനായി ഇന്നേ വരെ ഒരു പുരുഷായുസിൽ എനിക്കും നിങ്ങൾക്കും ഖുർആൻ ഒന്ന് വായിക്കാൻ സഹോദരങ്ങളെ അവസരം കിട്ടിയിട്ടില്ല എന്ന് പരലോകത്തെ റബ്ബിൻ്റെ അടുക്കൽ ഒന്നും പറയാൻ സാധ്യമല്ല. കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ ഇന്ന് ഖുർആനുണ്ട്.
ഖുർആൻ കേൾക്കുവാനുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് ഖുർആനെ ചിന്തിക്കാനാണ് ഖുർആൻ പറഞ്ഞത്. കഴിഞ്ഞിട്ടില്ല. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതി. എന്തിനാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്? അനുഗ്രഹീതമായ രാത്രിയിൽ അള്ളാഹു നിങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിച്ചത് ലിയദ്ദബ്ബറു ആയാതി, ഈ ഖുർആനിൻ്റെ ആയത്തുകളെക്കുറിച്ച് ചിന്തിക്കാനാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. എത്ര ആയത്താണ് സഹോദരങ്ങളെ, ഇത് അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഇതിൽ ഒരബദ്ധവുമില്ലാത്ത, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ, റബ്ബിൻ്റെ അടുക്കൽ നിന്നല്ലായിരുന്നു ഈ ഖുർആനിൻ്റെ അവതരണമെങ്കിൽ ഇതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു. റബ്ബിൻ്റെ വചനങ്ങളാണ്, ഇത് ഹക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ഖുർആനിൻ്റെ ആയത്തുകൾ സഹോദരങ്ങളെ കൈവിടാൻ പാടില്ല. ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ആശ്വാസവും അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്നവർക്ക് മാത്രമാണ്. അത് അള്ളാഹു ആണ് പറഞ്ഞത്. ഹൃദയത്തെ സംവിധാനിച്ച പടച്ചറബ് ഏതൊക്കെ മനുഷ്യന്മാർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഖതീബുമാരെന്ന നിലക്ക് ഞങ്ങളോട് വലിയ സങ്കടങ്ങൾ പറയുന്ന കുടുംബനാഥന്മാരുണ്ട്, മക്കളുണ്ട്. വാപ്പാനെക്കുറിച്ച് വലിയ പ്രയാസമാണ്. പലപ്പോഴും വന്നിട്ട് സ്ത്രീകളടക്കം ഫോൺ ചെയ്ത് പറയും, എൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഇന്ന വിഷയം നിങ്ങൾ മിമ്പറിൽ നിന്ന് സംസാരിക്കണം. സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ച് ഒരു പക്ഷേ പറയുന്ന നമ്മളുടെ ഭാര്യമാർ, അതുപോലെ ഭാര്യമാരെക്കുറിച്ച് ഇന്നേ വരെ നമസ്കാരമില്ലാത്ത, ഒരു നിലക്കും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഭാര്യയാണ് എന്നോടൊപ്പമുള്ളത് എന്ന് സങ്കടം പറയുന്ന, കുടുംബത്തിലെന്നും പ്രശ്നമാണ്, പ്രശ്നം ഒഴിഞ്ഞ നേരെയില്ല എന്നൊക്കെ പറയുന്ന മനുഷ്യന്മാരുണ്ട് സഹോദരങ്ങളെ. അവർക്കാണ് ഖുർആൻ പറഞ്ഞത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾ അറിയണം, ബിദിക്രില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, അള്ളാഹുവിൻ്റെ ഖുർആൻ ആരാണോ പഠിക്കുന്നത്, തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശാന്തിയുണ്ടാകും, സമാധാനമുണ്ടാകും, കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകും. അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോകും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അള്ളാഹുവിൻ്റെ ഖുർആനിലെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദതുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കും. ഖുർആൻ എത്ര കാലം കയ്യിൽ കൊണ്ട് നടന്ന് പരിശുദ്ധ റമളാൻ വന്നപ്പോൾ ഇന്നും ഇന്നലകളുമായി ഈ റമളാനിൻ്റെ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളിൽ ഖുർആൻ ഞാനും നിങ്ങളും ഓതിയിട്ടുണ്ട്. ഖുർആനിൻ്റെ ഒരായത്ത് ഓതിയപ്പോൾ എത്ര ഈമാൻ കൂടിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്, റബ്ബ് പറഞ്ഞത് വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കുമെന്നതാണ്. വിശ്വാസികളുടെ ഈമാൻ വർദ്ധിച്ചിട്ടുണ്ടോ? റബ്ബിൻ്റെ ഖുർആൻ എങ്ങനെ പഠിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരണം പഠിപ്പിച്ചു തന്നത് അള്ളാഹുവാണ്. ആ ഖുർആൻ ഒന്ന് തുറന്നു വെച്ച് മനസ്സിരുത്തി ഇന്നേ വരെ ഒരായത്ത് മര്യാദയ്ക്ക് പഠിക്കാൻ സഹോദരങ്ങളെ അവസരങ്ങൾ കിട്ടിയിട്ട് ഞാൻ നിങ്ങളും പഠിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് കൃത്യമായി നമ്മളതിനെക്കുറിച്ച് ആലോചിക്കണം. പലപ്പോഴും എൻ്റേത് എന്ന് പറയാൻ ധാരാളമുണ്ട്. എൻ്റേതെന്ന് പറയാൻ എൻ്റെ വീട്, എൻ്റെ വാഹനം, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം, എൻ്റെ മൊബൈൽ എല്ലാം നമ്മൾ പറയും. എൻ്റേതെന്ന് പറയാൻ, എൻ്റെ ഖുർആൻ എന്ന് പറയാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടുണ്ടോ? ഇതെൻ്റെ ഖുർആനാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന, മരണം വരെയും എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഈ ഖുർആൻ എൻ്റേതാണെന്ന് പറയാൻ സഹോദരങ്ങളെ, വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ചില്ലറ തമാശകൾ പങ്കുവെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ, മദീന പള്ളിയിൽ അവിടുത്തെ സ്വഹാബത്ത് ചില്ലറ തമാശകൾ പങ്കുവെച്ച് അവിടുന്ന് ചിരിച്ചപ്പോൾ ഖുർആനിൻ്റെ ആയത്ത് അവതരിച്ചു. വതൽഹഖൂന വലാ തബ്കൂൻ, നിങ്ങൾ ചിരിക്കാണോ? വലാ തബ്കൂൻ, നിങ്ങൾ കരയുന്നില്ലേ? വഅന്തും സാമിദൂൻ, നിങ്ങൾ അശ്രദ്ധരാണോ? ഒരു ചെറിയ സംസാരം സ്വഹാബികൾക്കിടയിൽ നടന്നപ്പോൾ അവരൊന്ന് ചിരിച്ചുപോയി. അള്ളാഹുവിൻ്റെ ഖുർആൻ ചോദിച്ചത് വലാ തബ്കൂൻ, നിങ്ങൾ കരയുന്നില്ലേ എന്നതാണ്. വഅന്തും സാമിദൂൻ, അശ്രദ്ധമായ മനസ്സുമായിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ബിദിക്രില്ലാ, അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങളുടെ ഹൃദയം കിടിലം കൊള്ളാൻ ഇനിയും സമയമായില്ലേ? ഹറാമുകൾ അവസാനിപ്പിക്കാൻ, തിന്മകൾ അവസാനിപ്പിക്കാൻ, കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന കുടുംബനാഥനാണെങ്കിൽ അത് അവസാനിപ്പിക്കാൻ, മക്കളോട് മര്യാദയ്ക്ക് പെരുമാറാൻ, ഏറ്റവും നല്ല നിലയ്ക്ക് ഇടപെടാൻ, മറ്റുള്ളവരോട് ഏറ്റവും നല്ല ഒരു മനസ്സുമായി ജീവിക്കാൻ സഹോദരങ്ങളെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വല്ലാത്ത പ്രശ്നമാകും. പരലോകത്ത് എത്തിപ്പെടുമ്പോൾ
ആദ്യത്തെ വീട് ഖബറാണെങ്കിൽ ഖബറിലെ 4 ചോദ്യങ്ങളുണ്ട്. ഖുർആൻ പഠിക്കാത്തവന് മൻ റബ്ബുക എന്ന ചോദ്യത്തിന് എന്തുത്തരം കൊടുക്കാൻ കഴിയും സഹോദരങ്ങളെ? നിന്റെ ഇമാമാരെന്ന് ചോദിക്കുമ്പോൾ ഖുർആനു ഇമാമി എന്നൊരാൾക്ക് പറയണമെങ്കിൽ നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്ന ഖുർആനിൻ്റെ ആയത്ത് ഒരു വേള വായിക്കാത്തവൻ എങ്ങനെ ഖബറിൽ ചെല്ലുമ്പോൾ മലക്കുകളുടെ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം കൊടുക്കാൻ? ഹേയ്, ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇന്നേ വരെ ആലോചിച്ചിട്ടില്ല. ഇന്നേ വരെ ഖുർആൻ 40-50 കൊല്ലം അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളോടൊപ്പമുണ്ട്. നമ്മളുടെ ഷോക്കേഴ്സിലാണ് പൂട്ടിട്ട് താഴിട്ട് പൊടി കയറാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഈ ഖുർആനിനെ എടുക്കുന്നത്? എപ്പോഴാണ് സഹോദരങ്ങൾ ഈ ഖുർആൻ എടുക്കുന്നത്? ആരെങ്കിലും കുടുംബത്തിൽ മരിക്കുമ്പോൾ അവിടെ ഓതാൻ ഖുർആൻ എടുക്കും. ഹേയ്, മരണ വീട്ടിൽ ഓതാൻ വേണ്ടി മയ്യത്തിൻ്റെ അടുക്കൽ വെച്ച് ഖുർആൻ ഓതാൻ അപ്പോൾ ആളുകൾക്ക് ഈമാൻ കൂടും. എപ്പോഴാണ് സഹോദരങ്ങളെ ഈ ഖുർആൻ ഓതേണ്ടത്? അത് ഖുർആൻ തന്നെ മരിച്ചു കിടക്കുന്നിടത്ത് ഓതേണ്ട ഒരു ഖുർആനിൻ്റെ ആയത്തുകളല്ല. ലിതുൻദിറ മൻ കാന ഹയ്യൻ. ഖുർആൻ പറഞ്ഞ എന്താ? ജീവിച്ചിരിക്കുന്നവർക്ക് ഉത്ബോധനമായി അവതരിപ്പിക്കപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ. അത് മരിച്ചു കിടക്കുന്നവനോട് ഈ ആയത്ത് ഓതിക്കെടുത്തിട്ട് എന്തർത്ഥ സഹോദരങ്ങളെ ഉള്ളത്? അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആനുമായി നമുക്കൊരു ബന്ധമുണ്ടാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കിതാബുല്ലാ, അള്ളാഹുവിൻ്റെ കിതാബ്, ഹബ്ലുൻ മംദൂദ് മിനസ്സമാഇ ഇലൽ അർദ്, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇട്ടുതന്ന അള്ളാഹുവിൻ്റെ കയറാണ്. ഇന്ന ഹാദൽ ഖുർആൻ തറഫഹു ബിയദില്ല, അതിൻ്റെ ഒരറ്റം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. വ തറഫഹു ബി ഐദീക്കും, അതിൻ്റെ മറ്റേ അറ്റം നിങ്ങളുടെ കയ്യിലാണ്. ഫതമസ്സഖൂ ബിഹി, നിങ്ങൾ ഈ ഖുർആനിനെ മുറുകെ പിടിക്കണം. ഫഇന്നകും ലൻ തളില്ലു, നിങ്ങൾ പിഴച്ചു പോകില്ല. ഫലം തുഹ്ലികു അബദ, ഒരിക്കലും നിങ്ങൾ മോശം സ്വഭാവത്തിലേക്ക്, ഒരു തിന്മയിലേക്ക്, ഒരു നാശത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ എത്തിപ്പെടില്ല. നിങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആനെ മരണം വരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇൻ്റെ ദിവസം, തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ ഇതാ നിങ്ങൾക്ക് ഞാൻ വിട്ടേച്ചു പോകുകയാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ ഖുർആനാണ്, മറ്റൊന്ന് എൻ്റെ ശരിയാണ്, ഹദീസാണ്. ഇത് 2 മുറുകെ പിടിച്ച് ജീവിക്കുന്നവൻ ആരാണോ അവനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗമുള്ളത്. അവൻ വഴിപിഴച്ചു പോകില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖൽബി വനൂറ സ്വദരി വജലാഅ ഹുസ്നി വദിഹാബ ഹമ്മി. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖൽബി. അള്ളാഹുവേ, എൻ്റെ ഹൃദയം റബീഅ ഖൽബി, എൻ്റെ ഹൃദയം ഒരു വസന്തമാക്കണം, ഖുർആൻ കൊണ്ടുള്ള വസന്തമാക്കണം. വനൂറ സ്വദരി, എൻ്റെ ഹൃദയത്തിന് പ്രകാശമാകണം. ഖുർആൻ പഠിക്കുന്നവരുടെ നെഞ്ചകങ്ങളിൽ പ്രകാശമാകും. അല്ലെങ്കിൽ പാറയേക്കാൾ കടുത്തു പോകുന്ന മനസ്സിൻ്റെ ഉടമകളാകും എന്നത് ഖുർആനാണ് പറഞ്ഞത്. ഫഹിയകൽ ഹിജാറ, ഫഹിയകൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ, അല്ല അതിനേക്കാൾ കടുത്തുപോയി എന്നതാണ് ഖുർആൻ പറഞ്ഞത്. പാറക്കല്ല് പോലും ഫഹിയകൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ വ ഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. ഖുർആൻ പറഞ്ഞെന്താ? കല്ല് പോലും പിളർന്ന് അതിൽ നിന്ന് ധാരയായി ജലമൊഴുകുമെന്നത് ഖുർആൻ പറഞ്ഞു. മനുഷ്യന്മാരുടെ ഹൃദയം കടുത്തുപോയി. ഇത്തരം വലിയ കാടത്വവും ഇത്തരം വലിയ തിന്മകളും മനുഷ്യനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ചെയ്യില്ല സഹോദരങ്ങളെ. വീണ്ടും വീണ്ടും തിന്മകൾ അനുദിനം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ട് പരിഹാരമെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെയാണ് പരിഹാരം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണം, മനുഷ്യ മനസ്സിന് സമാധാനം അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്നതിലൂടെയാണ്. എപ്പോഴും മനുഷ്യന്മാർ അലസമായ അശ്രദ്ധമായ മനസ്സുമായി ജീവിക്കുന്നവരെ നെഞ്ചത്തു കൈവച്ച് നമ്മളോട് ചോദിക്കേണ്ടുന്നത്, ഈ പരിശുദ്ധ റമദാനിൻ്റെ എണ്ണപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര കണ്ട് ഖുർആൻ ഓതിയിട്ടുണ്ട്? ഇനിയും അവസരമുണ്ട്. റബ്ബിൻ്റെ ഖുർആൻ കൈയൊഴിയരുത്. മരണം വരെ ഖുർആനിൻ്റെ ആളുകളായി ജീവിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഏറ്റവും നല്ല മുത്തഖികളായ ആളുകളോടൊപ്പം അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സാധാരണ നമ്മളൊരാളെ കണ്ടാൽ
നമ്മൾ ചോദിക്കുന്നൊരു വർത്താനമുണ്ട്, നിങ്ങളെവിടേക്കാണ് പോകുന്നത്? സ്വാഭാവികമായും ഇത്തരം ചോദ്യങ്ങൾ പലപ്പോഴും മനുഷ്യരുടെ ഭാഗത്ത് നിന്നുണ്ടാകും. എന്നാൽ നമ്മെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട്, ഐന തദ്ഹബൂൻ. ജീവിതം തന്ന് എല്ലാ സൗകര്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിനോട് ചോദിക്കാതെ പോലും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന പടച്ച റബ്ബിൻ്റെ ചോദ്യമാണ്. മനുഷ്യരോടായി അള്ളാഹുവിൻ്റെ ചോദ്യം, ഐന തദ്ഹബൂൻ, എവിടേക്കാണ് നിങ്ങളെ ഓട്ടം? ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. ഇത് ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ഉത്ബോധനാണ്. ഈ ഖുർആനെ വിട്ടിട്ട് മനുഷ്യന്മാരെ നിങ്ങൾ എങ്ങോട്ടാണ് ഓടുന്നത്? ഇത് പടച്ച റബ്ബ്, പ്രപഞ്ചത്തിൻ്റെ നാഥൻ എന്നോട് നിങ്ങളോടും ചോദിച്ച ചോദ്യമാണ്. ഇതിനുത്തരം കൊടുക്കാൻ സഹോദരങ്ങളെ കഴിയണം. ഇതിനുത്തരം കൊടുക്കാൻ പടച്ച റബ്ബ് നമ്മളോട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ എവിടേക്കാണ് ഈ ഓട്ടം? ഈ ദുനിയാവിൻ്റെ പിന്നാലെ പെട്ടെന്ന് സ്തമിച്ചു പോകുന്ന ദുനിയാവിനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാനുള്ളത്. എന്നാൽ നമ്മളുടെ ഓട്ടം ഈ ദുനിയാവിൻ്റെ പിന്നിലേക്കാണ്. ദുനിയാവിന് വേണ്ടി എല്ലാം വാരിക്കൂട്ടാൻ നമ്മൾ ദിനേന നമ്മളുടെ സമയങ്ങൾ മുഴുവൻ മാറ്റിവെച്ച് ദുനിയാവിന് വേണ്ടി നമ്മളുടെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ, മക്കളെ സന്തോഷിപ്പിക്കാൻ, കുടുംബത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യത്തോടു കൂടി ജീവിക്കാൻ, ആളുകളെ കാണിക്കാൻ ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ അറിയണം, ഐന തദ്ഹബൂൻ, നിങ്ങൾ എവിടേക്കാണ് നിങ്ങളുടെ പോക്ക്? ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. ഇത് ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ഉത്ബോധനാണ്. ഈ ഉത്ബോധനത്തെ മറന്നുകൊണ്ട് സഞ്ചരിക്കുന്നവരെ നിങ്ങൾ കൃത്യമായി ഇതിന് ഉത്തരം കണ്ടെത്തണം എന്നത് ഖുർആൻ പറഞ്ഞു. അതുപോലെ തന്നെ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും ഓതുമ്പോൾ ലഭിക്കുന്ന പുണ്യത്തെക്കുറിച്ച് സഹോദരങ്ങളെ തിരിച്ചറിയണം. മൻ ഖറഅ ഹർഫൻ മിനൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന് ആരെങ്കിലും പാരായണം ചെയ്താൽ, ഒരു ഹർഫ് പാരായണം ചെയ്താൽ, ഫലഹു ബിഹ അശറ, അവന് 10 പ്രതിഫലമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഖൂൽ അലിഫ് ലാം മീം ഹർഫ്, അലിഫ് ലാം മീം ഹർഫ് എന്ന് ഞാൻ പറയുന്നില്ല, അലിഫുൻ ഹർഫുൻ. അലിഫ് എന്നൊരാൾ ഉച്ചരിച്ചാൽ 10 പ്രതിഫലമാണ്. ലാം എന്ന് ഉച്ചരിച്ചാൽ 10 പ്രതിഫലമാണ്. മീം എന്ന് ഉച്ചരിച്ചാൽ 10 പ്രതിഫലമാണ്. ഖുർആനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ആകാശത്തിന് കീഴെ അള്ളാഹു അവതരിപ്പിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥത്തിനും ഇത്രമാത്രം പുണ്യമില്ല. നമ്മൾ ആലോചിക്കണം, ഖുർആൻ ഇനിയും ഓതാൻ നമുക്ക് സമയമില്ലേ? ഖുർആനിൻ്റെ ഒരക്ഷരത്തിന് 10 പ്രതിഫലമാണെങ്കിൽ ഖുർആൻ മുഴുവൻ ഒരാവർത്തി ഓതി അവസാനിപ്പിച്ചാൽ കിട്ടുന്ന പുണ്യത്തെക്കുറിച്ച് സഹോദരങ്ങളെ മറന്നു പോകാൻ പാടില്ല. ഖുർആൻ ശുപാർശകനായി നമ്മളോടൊപ്പം വരും. എല്ലാവരെയും വിട്ട് ഓടിപ്പോകുന്ന ഒരു പരലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ? എത്രത്തോളം യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ. അള്ളാഹുവിൻ്റെ ഖുർആൻ്റെ ചോദ്യമാണ്, യൗമ യഫിറുൽ മർഉ മിൻ അഖീ, തൻ്റെ സഹോദരനെ വിട്ട് ഓടിപ്പോകുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. വ ഉമ്മിഹി വ അബി, സ്വന്തം മാതാപിതാക്കളെ, സ്വന്തം വാപ്പയെ എല്ലാവരെയും വിട്ടിട്ട് ഓടും. വ സാഹിബതിഹി വ ബനി, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, നമ്മളുടെ ചാരത്ത് കിടന്നുറങ്ങുന്ന നമ്മളുടെ ഭാര്യയെ വിട്ടിട്ട് ഓടിപ്പോകുന്ന ദിവസം. വ ബനി, കണ്ണിൻ്റെ കൺകുളിർമ നൽകുന്ന നമ്മളുടെ മക്കളെ വിട്ട് ഓടിപ്പോകുന്ന ഒരു പരലോകത്തിൻ്റെ ദിവസത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും വിട്ട് ഓടിപ്പോയി അള്ളാഹുവിൻ്റെ അടുക്കൽ ഒറ്റയ്ക്കാകുന്നൊരു സമയം. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. എന്തിനാ സഹോദരങ്ങളെ ഖുർആൻ പഠിക്കുന്നത്? റബ്ബിൻ്റെ അടുക്കൽ ഒറ്റയ്ക്കാണ്. ഇവിടെ ആളുണ്ട്, ഇവിടെ സംഘമുണ്ട്, എല്ലാവരുമുണ്ട്, സഹായിക്കാൻ ആളുകളുണ്ട്. റബ്ബിൻ്റെ അടുക്കൽ ഒറ്റയ്ക്കാവും. ഒരാളും കൂട്ടിനുണ്ടാകില്ല. ഇന്നലെ വരെ കൂടുണ്ടായിരുന്ന ഭാര്യയില്ല, നമ്മളുടെ മക്കളില്ല, മാതാപിതാക്കളില്ല, എല്ലാവരെയും പിന്നിലാക്കി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഓടുകയാണ്. എല്ലാവരും ഓടുകയാണ്. അങ്ങനെ ഓടി അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ വരുന്നത് വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. ഒറ്റയ്ക്കാണ്. ആലോചിക്കണം, റബ്ബിൻ്റെ അടുക്കൽ ഒറ്റയ്ക്ക് ചെന്ന് വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ റബ്ബിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ഷഫീഅൻ ലി അസ്ഹാബി. തൻ്റെ ആളുകൾക്ക് ഖുർആൻ ആരാണോ ഈ ദുനിയാവിൽ ഓതിയിട്ടുള്ളത് അവന് വേണ്ടി ശുപാർശകനായി അള്ളാഹുവിൻ്റെ ഖുർആൻ ഉണ്ടാകും. നമ്മൾ പരലോകത്ത് ആകെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന സമയം നമ്മളോടൊപ്പം ഒരു പ്രകാശമായി അള്ളാഹുവിൻ്റെ ഖുർആൻ ഉണ്ടാകും. എത്രയോ ഖുർആനിൻ്റെ സൂറത്തുകളുടെ പ്രത്യേകത റസൂലുള്ള പറഞ്ഞു. സൂറത്തുൽ മുൽക്ക്, സൂറത്തു സജദ, ഇതൊക്കെ രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പാരായണം ചെയ്ത് കിടക്കണം. എന്തിന് സഹോദരങ്ങളെ? ഖബറിലേക്ക് ആദ്യം മയ്യത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ
ഖബറിലെ ശിക്ഷ ആരംഭിക്കുമ്പോൾ നമ്മളുടെ തലയിലൂടെ, നമ്മളുടെ വയറുകളിലൂടെ, അതുപോലെ നമ്മളുടെ കാലിലും കൈകളിലുമൂടെ ശിക്ഷ നടപ്പാക്കാൻ മലക്കുകൾ ഒരുങ്ങുമ്പോൾ നമുക്ക് തടയായി അള്ളാഹുവിൻ്റെ ഖുർആനാണുള്ളത്. നമുക്ക് തടയായി അവിടെ ഇരുട്ടടഞ്ഞ, ആലോചിച്ച് നോക്കണം, ഒരു 6 അടി മണ്ണിൻ്റെ ഉള്ളിലേക്ക് മൂടി വെച്ച് മണ്ണിട്ട്, പലക വെച്ച് മണ്ണിട്ട് എല്ലാവരും തിരിഞ്ഞു പോകുമ്പോൾ പിന്നെ ആരോടാണ് സങ്കടങ്ങൾ പറയാനുള്ളത്? ആരുമില്ല. ഒറ്റയ്ക്കാകുന്ന ഖബറിനെക്കുറിച്ച് ആലോചിക്കുന്നവൻ ജീവിതത്തിൽ തിന്മകൾ ഉണ്ടാകില്ല സഹോദരങ്ങളെ. ഒറ്റയ്ക്കാകുന്ന ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ കൂട്ടിന് നമ്മളോടൊപ്പം അള്ളാഹുവിൻ്റെ ഖുർആൻ മാത്രമാണുള്ളത്, റബ്ബിൻ്റെ ഖുർആൻ. അങ്ങനെ ശിക്ഷ നടപ്പാക്കാൻ ഒരുങ്ങുന്ന മലക്കുകൾക്ക് തടയിടാൻ അള്ളാഹുവിൻ്റെ ഖുർആനുണ്ട്. പരലോകത്ത് നമുക്ക് രക്ഷയ്ക്കായി, നമുക്ക് വേണ്ടി വാഗ്വാദം നടത്താൻ സൂറത്തുൽ ബഖറയുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞു, സൂറ ആലി ഇംറാനുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞു. നമുക്ക് സഹായിയായി പരലോകത്ത് ഖുർആൻ മാത്രമേ ഉള്ളൂ. ഈ ഖുർആൻ വെറുതെയല്ല അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. മരണം വരെ ഖുർആനിൻ്റെ ആളുകളായി ജീവിച്ചു മരിക്കാൻ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ആ നിലക്ക് ഏറ്റവും നല്ലൊരു മരണം കൈവരിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. 1-2 വിഷയങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഈ പള്ളിയിൽ അൽഹംദുലില്ലാ റമദാൻ്റെ തുടക്കം മുതൽ നോമ്പ് തുറ വളരെ ഭംഗിയായി നടന്നു വരികയാണ്. ഒരു ദിവസത്തെ ചെലവ് ഏതാണ്ട് 3000 രൂപയാണ്. ധാരാളം ആളുകൾ അൽഹംദുലില്ലാ വരുന്നുണ്ട്. വലിയ പ്രയാസവും നമുക്കറിയാം. ഈ പള്ളി വെച്ചതിൽ തന്നെ ഒരു വലിയ ബാധ്യതയാണ്. എന്നാൽ ആ ബാധ്യതയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ വേഗത്തിൽ ഈ മിമ്പറിൽ നിന്ന് ഇത്തരം വിഷയങ്ങൾ പഠിപ്പിക്കപ്പെടാൻ ഒരു നന്മയും പിന്നിലായി പോകരുത് എന്ന് കണ്ടിട്ടാണ് നമ്മൾ തുടക്കം കുറിച്ചത്. അൽഹംദുലില്ലാ ഇപ്പോൾ റബ്ബിൻ്റെ തൗഫീഖിനാൽ കാര്യങ്ങൾ അൽഹംദുലില്ലാ മുന്നോട്ട് പോകുന്നുണ്ട്. നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പ് പിടിച്ചവൻ്റെ പുണ്യമുണ്ട്, നോമ്പുകാരൻ്റെ പ്രതിഫലത്തിൽ ഒട്ടും കുറവില്ലാതെ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കാൻ നമ്മളൊരു മത്സരബുദ്ധി ഈ റമദാനിൽ കാണണം. ഒരു ദിവസത്തെ ചിലവ് ഏതാണ്ട് 3000 രൂപയാണ്. ഈ പള്ളിയിലെ സംഘാടകരുമായി സഹകരിക്കണം, ഈ നന്മയിൽ നിങ്ങൾ പങ്കാളികളാകണം എന്ന് ഓർമ്മപ്പെടുത്താണ്. അതുപോലെ സക്കാത്തിൻ്റെ വിഷയം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നിസ്കാരം ഉണ്ടാവും, എന്നാൽ സക്കാത്ത് കൊടുക്കുന്നതിൽ മടിയുണ്ടാകും. ഖുർആൻ ചേർത്തി പറഞ്ഞത് വഅഖീമുസ്സലാ വആതു സക്കാ, നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. ഖുർആൻ 2 കാര്യങ്ങൾ ചേർത്തി പറഞ്ഞ 3 വിഷയങ്ങളാണ്. ഒന്ന് ഈ വിഷയം തന്നെയാണ്. ഇപ്പോൾ നിസ്കരിക്കുന്ന ആൾ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ അയാളുടെ നമസ്കാരം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടില്ല. ചേർത്തി പറഞ്ഞത് വഅതീഉല്ലാഹ വഅതീഉർ റസൂല, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. അള്ളാഹുവിനെ മാത്രം, ഖുർആൻ മാത്രമേ ഞാൻ ഉൾക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ പൂർണ്ണ മുസ്ലിം അല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരണം. മറ്റൊന്ന് വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. ഈ വിഷയങ്ങൾ ഗൗരവപ്പെട്ടതാണ്, ഖുർആൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ വിഷയം ശ്രദ്ധിക്കുന്നവർ സക്കാത്തിൻ്റെ വിഷയത്തിലും നല്ല ശ്രദ്ധയുണ്ടാകണം. വരുന്ന ഖുത്ബയിൽ സക്കാത്തുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഇൻഷാ അള്ളാഹ് സൂചിപ്പിക്കാം എന്നതാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ വർഷങ്ങളായി ഒരു സക്കാത്ത് സെല്ല് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട അർഹരായ സക്കാത്തിൻ്റെ അവകാശികൾക്ക് അൽഹംദുലില്ലാ വളരെ ഭംഗിയായി ഇവിടെ അതിൻ്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും കാര്യപ്പെട്ട നിലക്ക് പ്രയാസം അനുഭവിക്കുന്ന, സങ്കടപ്പെടുന്ന, ഓരോ മാസവും അവരുടെ വീടുകളിലേക്ക് അവരുടെ പ്രയാസങ്ങൾ അകറ്റാൻ വേണ്ടി സക്കാത്തിൻ്റെ വിഹിതം അൽഹംദുലില്ലാ ഈ ഒരു പള്ളിയിൽ നിന്ന് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാര്യമായി നമ്മളുടെയൊക്കെ ഒരു സക്കാത്ത് അവനവൻ കൊടുക്കലല്ല, മറിച്ച് എന്തിനാണ് ഖുർആൻ പറഞ്ഞത്? ഈ സക്കാത്തിൻ്റെ വിതരണക്കാർ പോലും അതിൽ നിന്ന് ശമ്പളം എടുക്കാവുന്നതാണ് സക്കാത്തിൻ്റെ വിതരണം. അപ്പോൾ ഇതിനൊക്കെ ആളുകളുണ്ടാകണം. ഇത് കൂട്ടായ്മയിലാണ് ചെയ്യേണ്ടുന്നത്. അതല്ലെങ്കിൽ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, വാങ്ങുന്നവനെ സംബന്ധിച്ചിടത്തോളം കൊടുത്തവനെ കാണുമ്പോൾ ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് സംഘടിതമായി കൊടുക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർഗം നമ്മൾ സ്വീകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. അതുപോലെ നമ്മുടെ പള്ളിയിൽ തമിഴ്നാട് സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ടുള്ള രാജപാളയം എന്ന സ്ഥലത്ത് ഒരു പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു സഹോദരൻ ഈ പള്ളിയിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ റമദാന് മുന്നേ ഇവിടെ വന്നതാണ്. ഏതായാലും കാര്യപ്പെട്ട നിലക്ക് ഏതാണ്ട് 2 കോടി രൂപ ചിലവ് വരുന്ന ഒരു പള്ളിയാണ്. പ്രത്യേകിച്ച് തമിഴ്നാട് രാജപാളയം പോലെയുള്ള സ്ഥലങ്ങളുടെ അവസ്ഥയൊക്കെ നമുക്കറിയാം. നമ്മളെപ്പോലെ തൗഹീദുള്ള, വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവരുടെ സാമ്പത്തികാവസ്ഥയും ഒക്കെ പ്രയാസപ്പെടുന്ന അവസ്ഥയിലാണ്. ഈ റമദാനിൽ
റബ്ബിൻ്റെ മാർഗത്തിലേക്ക് ചിലവഴിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് കഴിയുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു വിഹിതം കൊടുക്കാം. അതല്ലെങ്കിൽ വരുന്ന വെള്ളിയാഴ്ച നിങ്ങൾക്ക് എന്താണോ കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് ആ വിഹിതം ഈ പള്ളിയിലെ ഭാരവാഹികളെ നിങ്ങൾ ഏൽപ്പിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു എല്ലാം ഖൈറിലാക്കട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മരണത്തിൻ്റെ സമയം കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹുയെ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരന്മാർക്ക് അള്ളാഹുയെ നീ ആജിലായ ഷിഫ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുയെ ആജിലായ ഷിഫ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെയും മാറാരോഗങ്ങളിൽ നിന്ന് നാഥ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹുവേ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബ ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. റബ്ബനാ ഇന്നനാ ആമന്നാ فاغفر لنا ذنوبنا وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.